തട്ടിപ്പുകളെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ചരിത്രാതീത കാലം തൊട്ട് തുടങ്ങിയ ഒന്നാണ് തട്ടിപ്പുകളെന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്തൊരു 1000 പേരുണ്ടെങ്കിൽ 10,000 പേര് കുറച്ച് പേര് അതൊരു ശീലമായി എടുത്തവരുണ്ട്. ആൾക്കാരെ ജോലി വിശപ്പിൻ്റെ അസുഖം എന്നൊക്കെ ഇപ്പോൾ പറയില്ല, ജോലി ചെയ്യാതെ ആളുകളെ പറ്റിച്ച് ആ പറ്റിക്കുന്ന പണം കൊണ്ട് സുഖകരമായിട്ട് ജീവിക്കുക, ആർഭാട ജീവിതം നയിക്കുക, മറ്റുള്ള സുഖസൗകര്യങ്ങൾ ഉപയോഗിക്കുക, അനുഭവിക്കുക എന്നൊക്കെയുള്ള ആളുകളുണ്ട്. അത്തരം തട്ടിപ്പുകൾ അന്നും തുടങ്ങി ഇന്നും തുടരുന്നു എന്നുള്ളതാണ്. തട്ടിപ്പിൻ്റെ രീതികൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ, തട്ടിപ്പിൻ്റെ സ്വഭാവങ്ങൾക്ക് വ്യത്യാസമില്ല. വിവിധ തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തി കായംകുളം കൊച്ചിനുള്ള സമയത്തൊക്കെ മോഷണമായിരുന്നു പ്രധാന തട്ടിപ്പായിട്ട് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ വസ്തു തട്ടിപ്പ് നടത്തുന്ന ആളുകളുണ്ടായിരുന്നു അക്കാലത്തും. പക്ഷെ ഓരോ കാലം മാറിയതനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു സൈബർ തട്ടിപ്പുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് എനിക്ക് തോന്നുന്നു, അല്ലേ? ഈ ആധുനിക കാലത്തൊന്നും ഒരുപാട് തട്ടിപ്പുകളുടെ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത്തരം തട്ടിപ്പുകളെ കുറിച്ചിട്ടാണ് നമുക്കിന്ന് സംസാരിക്കേണ്ടത്. ഇതേ മനുഷ്യൻ ആഗ്രഹത്തിൻ്റെ അടിമയാണ്. എല്ലാ മനുഷ്യർക്കും വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയുള്ള നിരന്തരമായ യാത്രയാണ് ജീവിതം എന്ന് പറയുന്നത് തന്നെ. നമുക്ക് ആർക്കും മിനിമത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമില്ലല്ലോ. എല്ലാവരും മാക്സിമത്തിൽ ജീവിക്കുന്നു. ഏറ്റവും പണമുള്ളവനെ ഏറ്റവും കൂടുതൽ നമ്മൾ ആരാധിക്കുന്നു, അയാളെപ്പോലെ അങ്ങനെ ആഗ്രഹിക്കുന്നു. കുട്ടികളോട് പോലെ നമ്മൾ ഇത് പറഞ്ഞാൽ പഠിപ്പിക്കുന്നത് പണക്കാരനാകണം, സമ്പന്നനാകണം, നീ അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് വാങ്ങിക്കണം എന്നൊക്കെ. പക്ഷേ കഠിനാധ്വാനത്തിൻ്റെതായ ഒരു മാർഗമാണ് സമ്പത്തിലേക്കുള്ള എളുപ്പവഴി. ആർക്കെങ്കിലും ഇഷ്ടമാണോ അത്? അല്ല. അപ്പോൾ പിന്നെ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞ് വേറൊരു കാര്യമുണ്ട്. അത് പലരും പരീക്ഷിച്ച് നോക്കും. ഉദാഹരണത്തിന് MLM ബിസിനസ് പോലുള്ളവയിലേക്ക് പോകും. പക്ഷേ അവിടെയും സ്മാർട്ട് വർക്ക് എന്ന് പറയച്ചിലേ ഉള്ളൂ, നന്നായിട്ട് കഷ്ടപ്പെടണം. ഓരോ വ്യക്തിയും കണ്ട് അവരെ ഫോളോ ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ ഒരു തട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനകത്ത് വീഴുകയും, ഞാൻ വീണ് കഴിഞ്ഞാൽ അടുത്ത ആളെ വീഴ്ത്തിയാലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ഒരു ചെയിൻ റിയാക്ഷൻ പോലെ പോകുന്നു. എപ്പോൾ ചെയിൻ ബ്രേക്ക് ആകുന്നു അപ്പോൾ. പക്ഷേ ഇതിനകത്ത് വേറെ സത്യമുണ്ട്. ഇത് തട്ടിപ്പായിട്ട് വരുന്നവനുണ്ടല്ലോ, അവന് ആ പാവപ്പാടെ 2-3 ആൾക്കാരെ ക്യാൻവാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അവൻ്റെ ബുദ്ധിയാണ് ബാക്കി പിന്നെ പ്രവർത്തിക്കുന്നത്. അതെ, അവൻ്റെ ബുദ്ധിക്ക് വേണ്ടിയിട്ട് അവൻ്റെ തട്ടിപ്പിന് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ആയിരങ്ങൾ പ്രവർത്തിക്കുന്നത്. അവന് അതിന് വേണ്ടി മോട്ടിവേഷൻ കൊടുക്കും. ഈ സ്വപ്നം കാണാനായിട്ട് എളുപ്പമാണ്. ലോട്ടറി ടിക്കറ്റ് വാങ്ങിയാൽ കുറേ ആൾക്കാർ 500 രൂപയുടെ ഓണം ബമ്പർ വാങ്ങിച്ച് സന്തോഷിക്കുന്ന പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ പോക്കറ്റടി എന്ന് പറഞ്ഞ സാധനം കാണാറുണ്ടോ? പോക്കറ്റടി ഇല്ലല്ലോ, ഇപ്പോൾ വളരെ കുറഞ്ഞു. ഇപ്പോൾ നേരത്തെ ഈ കൊച്ചി സിറ്റിയിലെ എല്ലാ ബസ്സിൻ്റെയും ഡോറിൽ പോക്കറ്റടി സൂക്ഷിക്കുക എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണില്ല? നമ്മൾ ഡിജിറ്റലായി. അപ്പോൾ ഡിജിറ്റലായപ്പോൾ തട്ടിപ്പും ഡിജിറ്റലായിരിക്കുകയാണ്. സിസ്റ്റം മാറി. അതായത് തട്ടിപ്പിൻ്റെ ആധുനികവൽക്കരണം സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ലോകത്ത് എമ്പാടും ഇതേ സംബന്ധിച്ച് ധാരാളമായിട്ടുള്ള ക്രൈം നടക്കുന്നുണ്ട്. ഈ ഇന്നലെ വരെ എൻ്റെ ബാങ്കിൽ കിടന്ന പൈസ ഞാൻ ചെന്ന് ഒപ്പിട്ട് കൊടുത്ത് ചെക്ക് മാറി വെരിഫിക്കേഷൻ നടത്തി മാറാവുന്നതാണെങ്കിൽ ആ സിസ്റ്റം മാറിയപ്പോൾ തന്നെ അവസരവും വ്യത്യസ്തമായി. ഇവിടെ ചെക്ക് മാറി നമ്മളുടെ പണം കായികമായി കൈകാര്യം ചെയ്യുന്നൊരു സമയത്ത് ഡിജിറ്റൽ എക്കണോമിക്ക് മുൻപ് നമ്മളുടെ വീട്ടിൽ മോഷണം നടത്തിയാൽ ഈ പണം കിട്ടുകയുള്ളൂ. തീർച്ചയായിട്ടും. എന്നാൽ ഇന്ന് നമ്മുടെ പോക്കറ്റിൽ കിടക്കുന്ന ആ ഒരു മൊബൈൽ ഫോൺ, അതിലേക്ക് കയറുവാനുള്ള സാങ്കേതിക വിദ്യ കയ്യിലുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മളെല്ലാവരും ഭീതിപ്പെടേണ്ട ഒരു തന്നെയാണ് ഈ കാര്യത്തിൽ ജീവിക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുമ്പോൾ അക്കൗണ്ട്സും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് നമുക്ക് പോലും ചിന്തിക്കുന്നതിലപ്പുറം ഇതിനെപ്പറ്റി വ്യക്തമായ ബോധമുള്ളവർ പുറത്തുണ്ടെന്നുള്ളത് നാം പലർക്കും മനസ്സിലാവുന്നില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ. അല്ല, മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ്. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, കിലുക്കിക്കുത്തെന്ന് കേട്ടിട്ടില്ല? നമ്മുടെ ഉത്സവപ്പറമ്പുകളിലൊക്കെ പണ്ട് ധാരാളമായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നാടചുറ്റ്, പിന്നെ എന്താണ് മുച്ചീട്ട് കളി, പന്നിമലർത്ത്. ഇപ്പോൾ ഒഴിവുള്ള ഒരു കാര്യമാണ് വളയമെറിയുക എന്നുള്ളത്. കാണുമ്പോൾ ഈസിയാണെന്ന് തോന്നുന്നു, പക്ഷേ ആ വളയത്തിൽ നമ്മൾ വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ പുതിയ തട്ടിപ്പുകൾ വന്നിട്ടുണ്ട്. അത് ഡിജിറ്റൽ അറസ്റ്റ് നമ്മൾ ഈ കഴിഞ്ഞിടക്ക് വ്യാപകമായിട്ട് വെർച്വൽ അറസ്റ്റ് ഡിജിറ്റലി നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ആംബിയൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അറസ്റ്റിലാണ്, കാരണം ഇതാണ്, നിങ്ങളുടെ അക്കൗണ്ടിനെ സംബന്ധിച്ച്, നിങ്ങളുടെ പാസ്വേഡിനെ സംബന്ധിച്ച്, നിങ്ങളുടെ കയ്യിലുള്ള ബാങ്ക് എമൗണ്ടിനെ സംബന്ധിച്ച്, അതിൻ്റെ മറ്റ് സീക്രട്ട് കോഡിനെ കുറിച്ചെല്ലാം ഇവരോട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെ ഈ ഭയപ്പെടുത്തി സൃഷ്ടിക്കുന്നു. കാരണം പല രീതികളിലാണ് ഭയപ്പെടുത്തൽ എന്നാണ് കേട്ടിരിക്കുന്നത്. കാരണം ഇപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ കള്ളക്കടത്ത് സാധനങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത്തരം ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയും. അത്തരം ഏതെങ്കിലും കാര്യങ്ങളിൽ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയത്തിൻ്റെ പേരിൽ ചിലപ്പോൾ ചില സാധുക്കൾ എന്ന് പറയാൻ പറ്റില്ല, വിവരമുള്ളവർ കൂടി
ധാരാളം കോളേജ് അധ്യാപകരും പ്രൊഫസർമാരും ഒക്കെ എന്തിന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു പിതാവ് 10 ലക്ഷം രൂപ 10 കോടി രൂപ കൊടുത്തൊരു കേസ് നമുക്ക് കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് വന്നത് ഓർമ്മയില്ലേ? അതെ അതെ അതെ. ക്രിസ്ത്യൻ പിതാവിൻ്റെ ബിഷപ്പ് ലെവലിലുള്ളൊരു പുരോഹിതന് പോലും, അതും എത്രമാത്രം വിദ്യാഭ്യാസമുള്ള ഒരാളായിട്ട് പോലും അദ്ദേഹം പോലും കുടുങ്ങിയെന്നുള്ളത്, അത് ഇതിൻ്റെ വ്യാപ്തിയും അതിലെ കൗശലവുമാണ്. അതായത് ചെയ്യുന്ന ആൾക്കാർ നമ്മളെക്കാൾ കുറച്ചുകൂടെ മിടുക്കന്മാരാണ്. അവർക്ക് നമ്മുടെ മനഃശാസ്ത്രം അറിയാം, നമ്മുടെ രീതികളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അറിയാം. അതോടൊപ്പം തന്നെ സാധാരണ മോഷ്ടാക്കൾ പണ്ട് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുപ്പിൽ, ചാരമുള്ള കാലത്തുള്ള അടുപ്പിൽ അവർ തപ്പും, തലയിണയുടെ ഉള്ളിൽ നോക്കും, മെത്തപ്പായുടെ അല്ലെങ്കിൽ ബെഡിൻ്റെ അടിയിൽ നോക്കും. ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ അവർക്കറിയാം അവിടെയാണ് വെക്കുന്നതെന്നുള്ളത്. അടുക്കള വാതിൽ ദുർബലമാണെന്നറിയാം. എന്നതുപോലെ നമ്മളിപ്പോൾ സംരക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ഒരു പാസ്വേഡ് ഉപയോഗിച്ചാണ്. ഈ പാസ്വേഡ് കരസ്ഥമാക്കുക, അതോടൊപ്പം തന്നെ OTP എന്ന് പറഞ്ഞൊരു മറ്റൊരു സംവിധാനം ഇപ്പോൾ സുരക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇതെങ്ങനെ അവരുടെ ഫോണിലേക്കോ ഗാഡ്ജറ്റിലേക്കോ എത്തിക്കാം. ഇതോടുകൂടി തട്ടിപ്പിൻ്റെ ആ സ്വഭാവം സീരിയസ് ആകുന്നു. ഈ ക്രിപ്റ്റോ തട്ടിപ്പുകളെന്ന് പറഞ്ഞ് മറ്റൊരെണ്ണമുണ്ട്. അതായത് നമ്മൾക്ക് വലിയ വാഗ്ദാനമാണ് അവർ തരുന്നത്. 160% വരെ റിട്ടേൺ വാഗ്ദാനം ചെയ്താൽ ഒരുവിധപ്പെട്ട ആരും അതിൽ വീണു പോകും. നമ്മൾക്ക് 6% ബാങ്ക് പലിശ കിട്ടുന്ന സ്ഥാനത്താണ് 160% എന്ന ആകർഷകമായ രീതി. പിന്നെ വേറൊരു കാര്യം, ഫിഷിംഗ്. ബാങ്ക്, സർക്കാർ ഏജൻസി പോലുള്ളവയുടെ പൊയ്മുഖം ധരിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള തട്ടിപ്പുകളിലേക്ക് വരുന്നത്. പിന്നെ സിം സ്വാപ്പ് എന്ന് പറഞ്ഞ് മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന സിം ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് ഉള്ളൊരു സാഹചര്യം അവർ കിട്ടിയാൽ മതി. അതെല്ലാം മെസ്സേജുകളിലൂടെയോ സന്ദേശങ്ങളിലൂടെയോ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടല്ലോ. ഈ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മിനെ അപേക്ഷിക്കുന്നവർ മിക്കവാറും അവർക്ക് വിശ്വാസ്യതയുള്ള കടകളിലല്ല എന്നുണ്ടെങ്കിൽ അതിലൂടെ വ്യാപകമായി നമ്മൾ കബളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഈ സുരക്ഷാ മാർഗങ്ങൾ, സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് എത്ര വർദ്ധിപ്പിച്ചാലും അതിനെ മറികടക്കുവാൻ വേണ്ടി പുതിയ മാർഗങ്ങൾ ഈ തട്ടിപ്പ് സംഘങ്ങൾക്ക് അറിയാം. അങ്ങനെ ഒരു ഗ്യാങ് കിഴക്കനേഷ്യയിലൊക്കെ വ്യാപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം അല്ല, ഇതിപ്പോൾ ഏഷ്യയാണ് ലക്ഷ്യം വെക്കുന്നത്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യയിലുള്ള ആൾക്കാരാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും സാമ്പത്തികത്തിന്റെ കാര്യത്തിലും പിന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അവരെ എളുപ്പത്തിൽ അവർക്ക് ചൂണ്ടയിടാൻ പറ്റും. ചൂണ്ടയിട്ടാൽ ഇവർ ഉറപ്പായിട്ട് ഇവരുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി ഇതിലേക്ക് പോകും. അതിന് പല രീതികളുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിയമത്തിന്റെ പഴുതുകൾ ധാരാളമുണ്ട്. ഇതൊക്കെ ഇതിന് കാരണമാണ്. ഈ നൈജീരിയ, സുഡാൻ, എറിത്രിയ, എത്യോപ്യ തുടങ്ങിയ രാജ്യങ്ങൾ പിന്നോക്കക്കാരാണെന്നല്ലേ നമ്മൾ കരുതുന്നത്. പക്ഷേ ഇവരൊക്കെ ഇക്കാര്യത്തിൽ വലിയ വിദഗ്ധന്മാരാണ്. അല്ല, അവരാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തുന്നത്. ഈ പിടിക്കുന്നവരൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ആളുകളാണ്. അതെ, അവർ ശരിക്കും പറഞ്ഞാൽ അൺഎഡ്യൂക്കേറ്റഡ് ആണ്, വിദ്യാഭ്യാസപരമായിട്ട് പിന്നെ നിൽക്കുന്നവരാണ്, ലോകകാര്യങ്ങളിൽ അറിവില്ല എന്നുള്ള ധാരണ മറ്റുള്ള രാജ്യങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പിന്റെ ഭാഗമായി നിൽക്കുന്നതും അവർ തന്നെയാണ്. ലളിതമായ ചില വ്യവസ്ഥകൾ, അത് മാത്രമല്ല ഡ്രഗ്സിന്റെ കാര്യത്തിൽ ലളിതമായ ചില വ്യവസ്ഥകൾ ഇവർ മുന്നോട്ട് വെക്കും. അതായത് നമ്മളിപ്പോൾ സ്മ്യൂളിലുള്ള ഒരാളാണ്, സ്മ്യൂൾ ഒരു ചാറ്റിംഗ് ആപ്പ് പോലും അല്ല, മ്യൂസിക്കിന് വേണ്ടി സ്മ്യൂളിൽ ഒരാൾ നമ്മളെ പരിചയപ്പെടുകയാണ്, ചാറ്റ് ചെയ്യുകയാണ്, ചാറ്റ് ഓപ്ഷൻ ഉണ്ട് അതിൽ. അപ്പോൾ പരിചയപ്പെട്ടിട്ട് പെട്ടെന്ന് നമ്മളോട് ഭയങ്കര സന്തോഷത്തോടെ നിങ്ങൾക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാൻ തോന്നി, ഞാൻ UK എനിക്ക് $1 മില്യൺ സമ്പാദ്യമുണ്ട്, നിങ്ങളെ ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് സന്തോഷം, നിങ്ങളുടെ അഡ്രസ്സ് തരും. ഓരോരോ കാര്യങ്ങളായിട്ട് ചോദിക്കും. ഓരോരോ കാര്യങ്ങളായിട്ട് ചോദിച്ചിട്ട് അതൊരു ഇപ്പോഴത് ഇല്ലാത്തൊരു രീതിയാണ്. അവസാനം നിങ്ങൾ ഇതിൻ്റെ ഈ ഹാൻഡ്ലിംഗ് ചാർജായിട്ട് ഇത്ര രൂപ കൊടുത്താൽ നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ കിട്ടുമെന്ന് പറയും. നമ്മളത് കൊടുത്തില്ല, പിന്നെ ഇവർ ശാസിക്കുന്നത് കാണാം, ദേഷ്യപ്പെടുന്നത് കാണാം. ഒരു ദിവസം അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവർ നമ്മുടെ വാട്സാപ്പിലേക്ക് ഇതിനിടയ്ക്ക് വന്നു കഴിയും, കട്ടാകും. അത് ഫോൺ കോൾ വരും, അതിനുശേഷം വാട്സാപ്പ് നമ്പർ ഉണ്ടോ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയും, നേരിട്ട് സംസാരിക്കാൻ. പുരുഷനെ സ്ത്രീ വിളിക്കും, സ്ത്രീ പുരുഷൻ വിളിക്കും. അത് അവരുടെ സുന്ദരമായ ഫോട്ടോസ് എല്ലാം നമുക്ക് ഷെയർ ചെയ്യും. വർഷങ്ങളായിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഓരോ കാലത്തിനനുസരിച്ച് തട്ടിപ്പിന്റെ രീതിക്കും അവരുടെ പെരുമാറ്റത്തിനും അവരുടെ രീതികൾക്കൊക്കെ ഒരുപാട് വ്യത്യാസം വന്നു. അതെ, ഇപ്പം നമ്മൾ ഈ പ്ലേ സ്റ്റോർ, ആപ്പിൾ ആപ്പ് സ്റ്റോർ തുടങ്ങിയ കുറേ സൈറ്റുകളുണ്ട്. അവിടെ നിന്ന് മാത്രമേ നിങ്ങളുടെ ഫോണിലേക്ക് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാവുന്നൊരു നിർദ്ദേശമുണ്ട്. പക്ഷെ നമ്മളുടെ പല ഗെയിമിൻ്റെയും പിന്നിൽ, ഇപ്പോൾ കുട്ടികൾ കളിക്കുന്ന പല ഗെയിമിൻ്റെയും ഒക്കെ പിന്നിൽ പല ആപ്പുകളുടെയും ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാകും. നേരെ പ്ലേ സ്റ്റോറിലേക്കല്ല അത് പോകുന്നത്, അത് അപകടകരമായ സൈറ്റുകളിലേക്ക് പോകും. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളോട് ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കുക, തട്ടിപ്പിൻ്റെ ഏറ്റവും പുതിയ വേർഷൻസ് എന്ന് പറയുന്ന മൊബൈലിലൂടെയാണ്. അത് വളരെയേറെ ജാഗ്രതയോടുകൂടി ഉപയോഗിക്കുക. ഏതൊരു കാര്യം ഡൗൺലോഡ് ചെയ്യുന്നതിനും പെർമിഷൻ കൊടുക്കുന്നതിനും ആക്സസ് ചെയ്യുന്നതിനും
പൂർണ്ണമായിട്ട് വായിച്ച് മനസ്സിലാക്കി പേരൻസിന്റെ അനുവാദമില്ലാതെ കൊടുക്കരുത്. ഒരിക്കലും OTP ഷെയർ ചെയ്യരുത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ഇപ്പോഴും ഇതേ മാർഗ്ഗങ്ങളും പുതിയ മാർഗ്ഗങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നു. ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഓസ്ട്രേലിയ അടക്കമുള്ളതൊക്കെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കരുത്, 15 വയസ്സിൽ ഫോൺ കൊടുക്കരുത് നിയമം കൂടി വന്നിട്ടുണ്ട്. അതെ, കാരണം അത് കുട്ടികളെ കയ്യിലിരിക്കുന്ന ഗാഡ്ജറ്റ് ഇവർക്ക് ഈസി ആയിട്ട് കുട്ടികളെ കൺവിൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഗെയിം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ലക്ഷ്യം മുഴുവൻ ഗെയിമിലാണ്. അവൻ്റെ ബ്രെയിനിൽ നമ്മൾ ചിന്തിക്കുന്ന പോലുള്ള കാര്യങ്ങളില്ല. അപ്പം അതുകൊണ്ട് സുരക്ഷ ഓരോ ദിവസവും അപ്ഡേറ്റ് ചെയ്യുക. അവൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കിത് അറിയാമെന്ന രീതിയിൽ നമ്മൾ ഇരിക്കാതിരിക്കുക, നമ്മൾ വിജിലൻ്റ് ആകുക.